നമസ്കാരം. തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നടൻ സുധീർ കരമനയാണ്. ജനാധിപത്യ കേരള കോൺഗ്രസ് മുൻ MLA ആയ ആന്റണി രാജുവിന് പകരക്കാരനായിട്ടാണ് സുധീർ കരമന മത്സരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ വലിയ വികസനമാണ് ഉണ്ടായതെന്നും മനസമാധാനത്തോടെ ജീവിക്കാൻ ജനങ്ങൾക്ക് സാധിച്ചു എന്നുമാണ്. നമുക്കൊരു 8 വർഷം പിറകിലേക്ക് പോകാം. വർഷം 2018. തിരുവനന്തപുരം ചാക്ക ജംഗ്ഷൻ എടുത്ത് സുധീർ കരമന ഒരു വീട് നിർമ്മിക്കുകയാണ്. വീട് നിർമ്മിക്കുന്നതിന് കോൺട്രാക്ട് കൊടുത്തിരുന്നത് സുനിൽകുമാർ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ശ്രീ കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തിനാണ്. 2018 മാർച്ച് 30 വെള്ളിയാഴ്ച. സമയം രാവിലെ 7 മണി കഴിഞ്ഞിരിക്കുന്നു. സുധീർ കരമന നിർമ്മിക്കുന്ന വീടിനാവശ്യമായ ഗ്രാനൈറ്റ് ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയത്. ഈ ഗ്രാനൈറ്റ് ഇറക്കുന്നതിന് നോക്കുകൂലിയായി 3 യൂണിയനുകാർ, അതായത് CITU, INTUC, BMS, ഈ 3 യൂണിയനുകളും കൂടി നോക്കുകൂലിയായി ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപയാണ്. കരാറുകാരൻ ഈ 1 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായില്ല. അയാളെ അസഭ്യം വിളിച്ചു ഈ ചുമട്ടുതൊഴിലാളികൾ. മർദ്ദിക്കാനൊരുങ്ങി. 1ഉം 2ഉമല്ല, 6 മണിക്കൂർ ഗ്രാനൈറ്റുമായി വന്ന ലോറി തടഞ്ഞിടുകയും ചെയ്തു. ഇതൊന്നും പോരാതെ ഭീഷണിയും തെറിവിളിയും നടത്തിയ ഈ തൊഴിലാളികൾ സംഘർഷാവസ്ഥയുണ്ടാക്കുകയും നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി പരിശോധിക്കുകയും ചെയ്തു. ഇനി അവരറിയാതെ എങ്ങാനും മുമ്പ് ഗ്രാനൈറ്റോ മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നറിയാനായിരുന്നു ഈ പരിശോധന നടത്തിയത്. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജോലിക്കാർ 16,000 രൂപ കൂലി സമ്മതിച്ച് ഗ്രാനൈറ്റ് ഇറക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഈ യൂണിയനുകളിൽപ്പെട്ട ചുമട്ടുതൊഴിലാളികൾ തെറിവിളിയും ഭീഷണിയുമായി എത്തിയത്. അപ്പോഴേക്കും പകുതിയോളം ഗ്രാനൈറ്റ് ഇറക്കി കഴിഞ്ഞിരുന്നു. ഒടുവിൽ 25,000 രൂപ നോക്കുകൂലി കൊടുത്താണ് പ്രശ്നം അവസാനിപ്പിച്ചത്. സംഭവം വിവാദമായി. അതോടെ അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും CITU നേതാവും ഇന്നത്തെ മന്ത്രിയുമായ V ശിവൻകുട്ടിയും ഫോണിൽ വിളിച്ച് സുധീർ കരമനയോട് കാര്യങ്ങൾ തിരക്കി. കാരണം ഇദ്ദേഹം പരാതിയുമായി മുന്നോട്ട് പോയാൽ നോക്കുകൂലി വാങ്ങിയ തൊഴിലാളികൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പനുസരിച്ച് കേസെടുക്കേണ്ടി വരും. മാത്രമല്ല ഇവരുടെ ലേബർ കാർഡും റദ്ദാകും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സുധീറിനെ അനുനയിപ്പിക്കാൻ കടകംപള്ളിയും ശിവൻകുട്ടിയും അദ്ദേഹത്തെ വിളിച്ചത്. അന്ന് തൊടുപുഴയിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ഈ സുധീർ കരമന. മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് തിരുവനന്തപുരത്ത് എത്തിയാലുടൻ പോലീസിനും ലേബർ ഓഫീസർക്കും പരാതി നൽകുമെന്നാണ്. മാത്രമല്ല തൊഴിലാളികളോട് എന്നും ബഹുമാനമാണ്, പക്ഷേ മറ്റുള്ളവരെ കൊന്നല്ല അവർ ജീവിക്കേണ്ടത്. വീട് പണി തുടങ്ങിയപ്പോൾ മുതൽ യൂണിയൻ തൊഴിലാളികൾ തന്നെയാണ് ലോഡ് ഇറക്കുന്നത്. ഗ്രാനൈറ്റിന് കേടുപറ്റാതിരിക്കാനാണ് കമ്പനി ജീവനക്കാരെ കൊണ്ട് ഇറക്കിച്ചത്. അവർക്ക് കൂലിയും കൊടുത്തു. പക്ഷേ ഒരു ജോലിയും ചെയ്യാതെ തൊഴിലാളികൾ നോക്കുകൂലി വാങ്ങിയത് ശരിയായില്ല. ഇങ്ങനെയാണ് അന്ന് സുധീർ കരമന പറഞ്ഞത്. എന്തായാലും പ്രശ്നം തണുപ്പിക്കാനായി നോക്കുകൂലി വാങ്ങിയ 14 തൊഴിലാളികളെ യൂണിയനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു CITU. 7 പേരെ INTUCയും സസ്പെൻഡ് ചെയ്തു. നോക്കുകൂലിയായി വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനും നേതാക്കൾ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിരുന്നു. സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെ തൊഴിലാളികൾ സുധീർ കരമനയെ കാണാനെത്തി. തങ്ങൾക്ക് പണിയില്ലെന്നും പട്ടിണിയാണെന്നുമൊക്കെ പറഞ്ഞ് കാല് പിടിച്ചു. പണവും തിരികെ കൊടുത്തു. നോക്കുകൂലി നിർത്തലാക്കിയെന്നും നോക്കുകൂലി വാങ്ങുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുമ്പോഴായിരുന്നു തലസ്ഥാന നഗരത്തിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഈ അഴിഞ്ഞാട്ടമുണ്ടായത്. തൻ്റെ വീട്ടിൽ ഇതുപോലൊരു പ്രശ്നം നടന്നപ്പോൾ വലിയ പ്രയാസം സുധീർ അനുഭവിച്ചിട്ടുണ്ടാകും എന്നുറപ്പാണ്. ആ സുധീർ കരമനയാണ് പറയുന്നത് ഇക്കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളത്തിൽ മനസമാധാനത്തോടുകൂടി ജനങ്ങൾ ജീവിച്ചെന്ന്. ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളും ഉന്നത വിദ്യാഭ്യാസമുള്ളയാളുമായ സുധീർ കരമനയെ പോലെ ഒരാൾ ഇപ്പോഴും കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് അധികാരത്തിനു വേണ്ടിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ട്.